മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അർബഉൻ മിൻ കുനൂസിൽ ജന്ന, 4 കാര്യങ്ങള് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 4 കാര്യങ്ങൾ സ്വർഗത്തിന്റെ നിധിയാണ് വാപ്പാ, 4 കാര്യങ്ങൾ സ്വർഗത്തിന്റെ നിധിയാണ് പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആരോടും പറയില്ലേ, ആരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, ഈ 4 കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട 4 കാര്യങ്ങളാ. ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനസ്സിനെ മറച്ചു വെച്ചാ അത് സ്വർഗത്തിലെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, ഒന്നാമത്തെ കാര്യം എന്താ? റസൂലുള്ളാഹ് പറയുകയാ, കത്മാനുൽ ഫഖാ, ദാരിദ്ര്യമാരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, എനിക്ക് പണമില്ലോ, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ലോ, എന്റെ വീടിന്റെ അകത്ത് പട്ടിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലോ. പട്ടിണിയാണെങ്കിലും മറച്ചു വെക്കണം പെങ്ങള്, പട്ടിണിയാണെങ്കിലും മറച്ചു വെക്കണം പെങ്ങള്, അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉള്ളത് കൊണ്ട് തെറ്റിപ്പെടുകയല്ല, ഉള്ളത് കൊണ്ട് തെറ്റിപ്പെടാ പഠിക്കുക പെങ്ങള്. ജീവിതത്തിലെ സന്തോഷമുണ്ടാകാൻ പണം വേണമെന്നില്ലോ, കൊട്ടാരം വേണമെന്നില്ലോ, അത് നിന്റെ തെറ്റിദ്ധാരണയാണ് പൊന്നുമോള്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകന്റെ കുടുംബ ജീവിതം എടുത്തു നോക്കൂ. 11 ഭാര്യമാരുമായി കുടുംബ ജീവിതം ജീവിച്ച, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന മുത്തുനബിയുടെ ചരിത്രം വായിച്ചു നോക്കൂ പെങ്ങള്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ പട്ടിണി കിടന്നിട്ടുണ്ടോ പൊന്നുമോള്? പച്ചില പറിച്ച് തിന്നിട്ടുണ്ടോ പൊന്നുമോള്? അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് പട്ടിണി കിടന്നു പെണ്ണ് അതാ മലഞ്ചെരുവിലേക്ക് നാട് കടത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, മുഗരാനിലെ പെണ്ണുങ്ങള്, നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുവോ? നീ എങ്ങനെയാകണമെന്നറിയുവോ? റസൂലുള്ളാഹിന്റെ ഭാര്യയായ ഖദീജയെ പോലെയാകണം പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് അവിടുന്ന് അതാ ഖുറൈശികളെ മുഴുവനും മാട്ടിയോടിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് ഖദീജയോട് പറയുന്നു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോ ഖദീജ. കാരണം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ പണക്കാരന്റെ പൊന്നുമോളാണ്, ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടില്ല, പ്രയാസം എന്തെന്നറിയില്ലോ, ദുരിതവും ദുഃഖവും അറിയില്ല. അതുകൊണ്ട് ഖദീജ, എന്റെ കൂടെ വന്നാ നിനക്ക് വല്ലാത്ത പ്രയാസവാ, പട്ടിണി കിടക്കേണ്ടി വരും ഖദീജ, എത്ര നാളാണെന്നറിയില്ല ഖദീജ. അതുകൊണ്ട് മക്കളെയും കൂട്ടിക്കെട്ട് നിന്റെ വീട്ടിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, ഈ ഖദീജ കൂടെയുണ്ട് നബിയേ, മരിക്കുന്ന കാലത്തോളം പട്ടിണിയാണെങ്കിലും സന്തോഷമാണെങ്കിലും മരിക്കുന്ന കാലം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഖദീജ, നിങ്ങള് പച്ചില പറിച്ച് കഴിച്ച പൊന്നുമോള്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് കഴിക്കുകയാണ്, മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ അവിടുന്ന് പ്രവാചകനും കുടുംബവും കാഷ്ടിക്കുകയാ. ഒരു പരാതിയുമില്ലായിരുന്നു, ഒരു പരിഭവവുമില്ലായിരുന്നു. നിങ്ങള് റസൂലുള്ളാഹിന്റെ ഓരോ ഭാര്യമാരുടെ ചരിത്രം എടുത്തു നോക്കൂ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറയുകയാ, എന്റെ വീടിന്റെ അകത്തെങ്ങാനും വിളക്കിന്റെ അകത്ത് പിടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ദാഹം കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബാ. അതാ ആയിഷ
ബീബി പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല. അവിടുത്തെ പടയെങ്കിൽ പടയമായിരുന്നു. നിങ്ങളെ വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, കടിക്കാൻ വല്ലതുമുണ്ടോ ആയിഷ? ഭർത്താവ് വിശന്നുകൊണ്ട് വീടിന്റെ അകത്ത് വന്ന് ഭാര്യയോട് ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷ ബീബി നിന്ന് കരയുകയാ. കാരണം കൊടുക്കാനൊന്നുമില്ലോ, കാരണം കൊടുക്കാനൊന്നുമില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് കാര്യം മനസ്സിലായി. അവിടുന്ന് ചോദിച്ചു, ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും താ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല മുഖം പൊത്തിപ്പിടിച്ചിട്ട് നിന്ന് പൊട്ടിക്കരയുകയാ. കാരണം കൊടുക്കാ പച്ചവെള്ളം പോലുമില്ലോ. തന്റെ പൊന്നാര ഭാര്യ കരയുന്നത് കണ്ടപ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ, നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? വീടിന്റെ അകത്ത് കയറി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കിടന്ന് ഉറങ്ങുകയാണ്. വിശന്ന് പ്രവാചകൻ അവിടുന്ന് തളർന്നു കിടക്കുകയാ. പ്രവാചകന്റെ വയറിങ്ങനെ കാണുമ്പോ, ഒട്ടിക്കിടക്കുന്ന വയറിങ്ങനെ കാണുമ്പോ ആ വയറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാ, തന്റെ ഭർത്താവിന്റെ പൊട്ടിക്കിടക്കുന്ന വയറ് കാണുമ്പോ ആയിഷ ബീവി അവിടുന്ന് കൈവച്ച് തടകിയിട്ടിരുന്ന് കരയുകയോ. നബിയേ, സഹിക്കുന്നില്ല നബിയേ, നബിയേ, സഹിക്കുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രി ആയിഷ ബീവി നോക്കുമ്പോ റസൂലുള്ള കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ദുആ ചെയ്യുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല ചെന്ന് നോക്കുമ്പോ റസൂലുള്ള ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. അല്ലാഹുവേ, ഒരു ദരിദ്രനെ പോലെ എന്നെ അല്ലാഹുവേ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണേ അല്ലാ. ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. പ്രവാചകൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആയിഷ ബീബി അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, ഇതിനെക്കാളും ഒരു പട്ടിണി സഹിക്കാ കഴിയില്ലല്ലോ. അതുകൊണ്ട് പെങ്ങള്, ദാരിദ്ര്യം ആരോടും പറയില്ലേ, കഴിക്കാ ഭക്ഷണമില്ലെങ്കിലും ആരോട് പറയില്ലേ. അത് മറച്ചു വെക്കടേ, അത് മറച്ചു വെക്കടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പട്ടിണി കിടന്നിട്ടുണ്ട് പൊന്നുമോള്. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അർബഉൻ മിൻ കുനൂസിൽ ജന്നാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒന്നാമത്തെ നിധി ഏതെന്നറിയുമോ? കതുമാരുൽ ഫാഖാ, ദാരിദ്ര്യം മറച്ചു വെക്കലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ